ഷെയ്ഖ് CM വലിയുള്ളാഹി സുന്നത്ത് നിസ്കരിക്കുക തന്നെ. അതിനുശേഷം CM വലിയുള്ളാഹിയോട് ഉസ്താദ് ചോദിച്ചത്ര ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂടട്ടെ. CM വലിയുള്ളാഹി പറഞ്ഞു, വേണ്ട, നിങ്ങൾ മൂസാ നബിയുടെ മാർഗത്തിലാണ്, ഞാൻ ഖിദ്ർ നബിയുടെ മാർഗത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ, ഞാൻ എൻ്റെ റൂട്ടിൽ വരാം. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി ഒരുപാട് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ഇൽമു പഠിച്ച് ആലിമി എന്ന പദം സ്വീകരിച്ച് അതിനുശേഷം മടവൂരിൽ തന്നെ ഖാദിയും മുദരിസുമായി ഇവിടെ സേവനം ചെയ്ത് ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുകയും ചെയ്ത മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പിന്നെ അവിടുത്തെ മേഖല മാറുകയാണ്. മറ്റൊരു ലോകത്തേക്ക്, സുഹുദിന്റെ ലോകത്തേക്ക്, തസവുഫിന്റെ മാത്രമുള്ള ലോകത്തേക്ക് അവിടുന്ന് ഔലിയാക്കളാൽ ക്ഷണിക്കപ്പെടുകയാണ്. ഒരുപാട് ഔലിയാക്കളാൽ ക്ഷണിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ വിലായത്തിന്റെ ഷർത്ത് അല്ലെങ്കിൽ അതിന്റെ റുക്കിന് ഒന്ന് ഇൽമാണ്, ആലിമാവുക എന്നതാണ്. കഴിവിന്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് ഒഴിവാവുകയും പരമാവധി ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ, അതാണ് വലിയ എന്ന് പറഞ്ഞാൽ. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ കൂടെ പഠിച്ച പല ആളുകളെയും ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് കൂടെ പഠിച്ച ഒരാളാണ് ഞങ്ങളെ നാട്ടിലെ ഖാദിയായിരുന്ന അലി ഹസൻ മഖ്ദൂമി. ബഹുമാനപ്പെട്ടവർ ഒന്നിച്ചു ബാഖിയാത്തിലായിരുന്നു. അവര് പറയും, ഞങ്ങളെ കൂടെ പഠിക്കുന്ന കാലത്ത് ഒരു കറാഹത്ത് പോലും അവിടുന്ന് ചെയ്യുന്നതായി ഞങ്ങളാരും കണ്ടിട്ടില്ല. വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ച മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ടോ, വളരെ സൂക്ഷ്മമായി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു. പരമാവധി ഇബാദത്ത് ചെയ്തു. നമ്മൾ കേട്ടിട്ടില്ലേ, നേരം വെളുക്കുന്നത് വരെ സുന്നത്ത് നിസ്കരിച്ച എത്രയോ രാത്രികൾ. മഹാനായ AP ഉസ്താദ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചപ്പോൾ അവിടുന്ന് സുന്നത്തോട് സുന്നത്ത്, സുന്നത്ത് തന്നെ, ധാരാളം സുന്നത്ത്. നേരം വെളുക്കുന്നത് വരെ സുന്നത്ത് നിസ്കരിച്ചു. കുറച്ചൊക്കെ ഞാൻ നിസ്കരിച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് കഴിയാതെയായി ഷെയ്ഖ് CM വലിയുള്ളാഹി സുന്നത്ത് നിസ്കരിക്കുക തന്നെ. അതിനുശേഷം CM വലിയുള്ളാഹിയോട് ഉസ്താദ് ചോദിച്ചത്ര ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂടട്ടെ. CM വലിയുള്ളാഹി പറഞ്ഞു, വേണ്ട, നിങ്ങൾ മൂസാ നബിയുടെ മാർഗത്തിലാണ്, ഞാൻ ഖിദ്ർ നബിയുടെ മാർഗത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ, ഞാൻ എൻ്റെ റൂട്ടിൽ വരാം. മൂസാ നബി ജനങ്ങളുമായി ഇടകിച്ചേർന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സംവിധാനമാണെങ്കിൽ ഖിദ്ർ നബി ജനങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള ത്വരീഖത്താണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂട്ടിൽ വാ, ഞാൻ എൻ്റെ റൂട്ടിൽ വരാം. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് CM വലിയുള്ളാഹിയുടെ കറാമത്ത് എത്രയോ നിങ്ങൾ കേട്ട് കാണും, എത്രയോ കേട്ട് കാണും. നിരവധി ആളുകൾക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും സഞ്ചരിച്ച് മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ കറാമത്തുകൾ അന്വേഷിക്കുമ്പോൾ ഇന്നും ആയിരങ്ങൾ വിളിച്ചു പറയും. മിനിഞ്ഞാന്ന് ഞാൻ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തയ്യാല എന്ന പ്രദേശത്ത് ചെന്നു. അപ്പൊ CM വലിയുള്ളാഹിയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്ത്രീ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ കറാമത്ത് അനുഭവിച്ച ആളാണ്. അതെന്താ അനുഭവിച്ചത്? എനിക്ക് വയറിന് അസുഖമുണ്ടായി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർബന്ധിപ്പിച്ചു. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയെ ചെന്ന് കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളും. ഇത് എത്ര ആളുകളായി പറയണത്? നമ്മൾ 1, 2, 100, 10,000 അല്ല. എന്റെ നാടിന്റെ തെന്നല പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വയറിന് ക്യാൻസർ പിടിച്ചു. വയറിന് ക്യാൻസർ പിടിച്ചു. ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാര് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയില്ല അബൂബക്കർ ഹാജി? മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ദർസ് നടത്തിയ മുദരിസും കൂടിയാണ്.
കുഞ്ഞാവാക്കാന്റെ ഒക്കെ ജ്യേഷ്ഠൻ അബൂബക്കർ ഹാജി. അങ്ങനെ അബൂബക്കർ ഹാജി ഓട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ മാംസം കഴിക്കാൻ പാടില്ല, മാംസം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്നത്, മാംസം കഴിക്കാൻ പാടില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഷെയ്ഖ് CM വലിയുല്ലാഹിയുടെ അരികെ ചെന്നു. CM വലിയുല്ലാഹി പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളും. പക്ഷെ ഒരു ദിവസം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും അസഹനീയമായ വേദന. ഈ വേദന സഹിക്കാൻ കഴിയാതെ രാത്രിക്ക് രാത്രി വണ്ടി വിളിച്ച് കോഴിക്കോട്ടെ ഹോസ്പിറ്റൽ വന്നു. ഡോക്ടറെ അർജന്റലി ഹോസ്പിറ്റലിലേക്ക് വരുത്തി. ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്യുകയല്ലാതെ മാർഗമില്ല, ഉടനെ ഷട്ടൻലി ചെയ്യുകയല്ലാതെ മാർഗമില്ല. നിർബന്ധത്തിന് വഴങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്തു. തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിയേറ്ററിൽ ചെന്ന് കിടന്നതിന് ശേഷം ഷെയ്ഖ് CM വലിയുല്ലാഹി ഓപ്പറേഷൻ വേണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോയി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം എന്ന് കരുതി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി CM വലിയുല്ലാഹി താമസിക്കുന്ന വീട്ടിൽ ചെന്ന് മുകളിലിട്ട് കയറി. ഞാൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത്, ഓപ്പറേഷൻ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യണം. കിടക്കുന്ന ഷെയ്ഖുന എഴുന്നേറ്റിരുന്നിട്ട് അവിടുത്തെ കൈകൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മാംസം എന്റെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ അതിന്റെ പരിഹാരമായി അവിടുന്ന് പറയുന്നു, ഒരു കാര്യം ചെയ്യണം, വയറ് നിറയെ മാംസം കഴിക്കണം. മൂപ്പര് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് പള്ള നിറച്ച് നല്ല പോത്തിറച്ചി കഴിച്ചിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആ രോഗമുണ്ടായിട്ടില്ല. എത്ര അത്ഭുതങ്ങൾ, എത്ര കറാമത്തുകൾ. എന്റെ നാടിന്റെ അടുത്ത് ഒരു ഉസ്താദിന്റെ പേര് പറയുന്നില്ലേ, ആ ഉസ്താദിന് 5 പെൺകുട്ടികളുണ്ടായി. ആറാമത്തൊരു പെൺകുട്ടി, ആറാമത്തൊരു കുട്ടി ആൺകുട്ടി ആവണം എന്ന് കരുതിയിട്ട് മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ, ഈ ഉസ്താദിന്റെ ഉപ്പയും യൂസുഫ് ജീലാനി തങ്ങളും വലിയ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് ജീലാനി തങ്ങളെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോ ജീലാനി തങ്ങൾ പറഞ്ഞു, അത് നമുക്ക് CM-നോട് പറയാം, വരൂ. അങ്ങനെ ആ ഉസ്താദിനും കൂട്ടിയിട്ട് CM വലിയുല്ലാഹി താമസിക്കുന്ന വാതിലിങ്ങനെ ചെറുതായിട്ട് അടച്ചിട്ടുണ്ട്. മെല്ലെ ഇങ്ങനെ തുറന്നപ്പോ CM വലിയുള്ള ഇങ്ങനെ കിടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അടുത്തത് ആൺകുട്ടി പോവാം. വിഷയൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. വഖഫ്തു അലാ ബാബിൽ ഹബീബി മുസല്ലിമാ ഫഅബ്ദാ മുറാദി ഖബല അൻ യതകല്ലമാ. സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സലാം പറഞ്ഞപ്പോഴേക്കും വഅലൈക്കും അസ്സലാം, അടുത്തത് ആൺകുട്ടി. ഞാൻ ഇവിടെ CM സെന്ററിൽ ജോലി ചെയ്യുന്ന കാലത്ത് കാസർകോട്ടിലെ പെരുമുത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വഅദിന് പോയി. അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, അന്ന് നമ്മൾ CM വലിയുള്ളാന്റെ കറാമത്ത് ഇങ്ങനെ പല സ്ഥലത്തും പറയും, അങ്ങനെ കറാമത്തൊക്കെ പറഞ്ഞ് വഅദ് കഴിഞ്ഞ് അവസാനിച്ചപ്പോൾ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എന്താ അനുഭവം? 8 വർഷമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സന്താന സൗഭാഗ്യമില്ലാതെ ഡോക്ടർമാർ മുഴുവൻ എന്നെ കനിയൊഴിച്ചു. അവസാനം CM വലിയുള്ള എന്നൊരു മഹാൻ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരോ പറഞ്ഞു കേട്ടു. ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറി. CM വലിയുള്ളാഹി താമസിക്കുന്ന ആ വീടിന്റെ അരികെ ഒരു ഓട്ടോറിക്ഷയുമായി എത്തിയപ്പോ വൈകുന്നേര സമയമായിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോട് റൂം എടുത്ത് താമസിച്ചു. അതിരാവിലെ സുബഹിക്ക് ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ അരികെ ചെന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കുട്ടികളുണ്ട് പോവാ. സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, കുട്ടികളുണ്ട് പോവാ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എൻ്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. 10 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. എന്നാ ഞാൻ നിർത്തി കിട്ടാൻ ഞാൻ അവിടെ തന്നെ പോണ്ടി വരുമോ എന്ന് ഞാൻ വെറുതെ ഒരു തമാശക്ക് അദ്ദേഹത്തോട് പറഞ്ഞു.
ഇങ്ങനെ എത്ര സംഭവങ്ങൾ, അത്ഭുതമല്ലേ? ഒരാളോ രണ്ടാളോ മൂന്നാളോ പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് നിഷേധിക്കാമായിരുന്നു. ഇത് മഷ്ഹൂറും മഅറൂഫുമായ സംഭവമല്ലേ? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല.